4 മാസമായി തുടരുന്ന മഴയിലും വിളകളെ ബാധിക്കുന്ന രോഗങ്ങളാലും ദുരിതത്തിലായി സംസ്ഥാനത്തെ കർഷകർ. റബ്ബർ, കുരുമുളക് തുടങ്ങിയ ഒട്ടുമിക്ക കൃഷികളും കാലം തെറ്റി പെയ്യുന്ന മഴയിൽ പ്രതിസന്ധി നേരിടുകയാണ്. മഴയ്ക്കൊപ്പം രോഗവ്യാപനവും കടുത്തതോടെ കർഷകർ നിരാശയിലാണ്. 4 മാസമായി തുടരുന്ന മഴ കാർഷിക മേഖലയെ കടുത്ത ദുരിതത്തിലേക്കാണ് തള്ളിവിടുന്നത്. ഏപ്രിൽ വിഷുവിന് മുന്നേ തുടങ്ങിയ മഴ സെപ്റ്റംബറിൽ ഓണം കഴിയുമ്പോഴും തുടരുകയാണ്. റബ്ബർ ടാപ്പിംഗ് ഇനിയും പുനരാരംഭിക്കാൻ സാധിച്ചിട്ടില്ല. തോട്ടങ്ങൾ കാടുപിടിച്ച് കിടക്കുകയാണ്. ഇതിനിടെ മരങ്ങളുടെ ഇല മുഴുവൻ പൊഴിഞ്ഞു പോവുകയും ചെയ്തു. കുരുമുളകിന് താരതമ്യേന നല്ല വില മാർക്കറ്റിലുണ്ടെങ്കിലും ഉൽപാദനം നന്നേ കുറവാണ്. ദ്രുതവാട്ടമാണ് കുരുമുളക് കൃഷി നേരിടുന്ന വലിയ പ്രതിസന്ധി. കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇത്തവണ പലയിടത്തും കാര്യമായി തിരിമുളച്ചിട്ടില്ല. ഇതോടെ വിളവ് തീർത്തും ഇല്ലാതായ അവസ്ഥയാണ്. 3 മാസമായി ഞങ്ങൾക്ക് മഴ തുടങ്ങിയിട്ട് ഒരേ തരം മഴയാണ്. എല്ലാ കഴിഞ്ഞിനും ഉള്ള കഴിഞ്ഞിനും മുഴുവൻ ഈ രോഗം ബാധിച്ചിട്ട് നല്ല അടക്കിണ്ടായി. പ്രാവശ്യം എല്ലാം ഇപ്പം മാകാളി വന്നിട്ട് താല് വീണിട്ടായിരിക്കും. ബാക്കി ഇപ്പോൾ ഓരോരോ വെയിൽ ചെറുങ്ങനെ ഉദിക്കുന്ന സമയത്ത് ഈ മാകാളി പിടിച്ച അടക്കെല്ലാം താല് വീഴാൻ തുടങ്ങി. അങ്ങനത്തെ സ്ഥിതിയിലാണ് ഇപ്പോൾ ഈ കൃഷിക്കാരുള്ളത്. നമ്മൾ വളരെയധികം ദയനീയാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. തേങ്ങയ്ക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്ന സമയത്ത് വിളവ് കുറഞ്ഞത് കേര കർഷകർക്ക് ഇരുട്ടടിയായി. കൂമ്പുചീയൽ, മണ്ടരി തുടങ്ങിയ രോഗങ്ങൾ വ്യാപകമായതാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. മഹാളി രോഗബാധയെ തുടർന്ന് കമുകിൽ നിന്ന് പാകമാകാത്ത അടക്ക കൂട്ടത്തോടെ കൊഴിയുകയാണ്. പെൺപൂക്കളും പ്രായമാകാത്ത അടക്കയും കൊഴിയുന്നതാണ് മഹാളി രോഗം. പകർച്ചരോഗമായതിനാൽ തോട്ടങ്ങളെ നന്നായി ബാധിക്കുകയും ചെയ്യും. കടം വാങ്ങിയും ബാങ്ക് വായ്പയെടുത്തും കൃഷി നടത്തുന്നവരും പാട്ടത്തിന് കൃഷി ചെയ്യുന്നവരുമെല്ലാം ഇതോടെ ആശങ്കയിലാണ്. ന്യൂസ് മലയാളം, കണ്ണൂർ.